പ്രിയേഷ് നീ വല്ലയിടത്തും വല്ല ലോൺ എടുത്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അടയ്ക്കാൻ പ്ലാൻ ഉണ്ടാ? എടാ എന്റെ ഈ വള വെച്ചത് കൂടാതെ പിന്നെ നീ വേറെ ലോൺ എടുത്ത് കൂട്ടിയോ? ഒരു പേഴ്സണൽ ലോണാണ്. എടാ ലോണിന്റെ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു. എന്ത് വൃത്തിയുടെ ഭാഷയിൽ അവരോട് സംസാരിച്ചെന്നറിയോ? നീ എന്തിനാ എന്റെ നമ്പർ കൊടുത്തത്? നീ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കിടയിൽ എനിക്ക് നിൽക്കാൻ പറ്റൂല പ്രിയേഷ്. ഞാനൊരു കാര്യം പറയാം, നീ ലോൺ അടച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, അതൊക്കെ നിന്റെ തലവേദന. ഇനി അവരെന്നെ വിളിക്കരുത്. ഞാൻ നിങ്ങളെ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതെന്നെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോ ചിലപ്പോൾ വിളിച്ചായിരിക്കും. അവരെ ഞാൻ നാളെ തന്നെ വിളിച്ച് പറഞ്ഞോളാം. എടാ നീ എന്റെ വള പണയം വെച്ചില്ലേ? അത് നീ എപ്പ തരും എനിക്ക്? കൊറേ ദിവസമായില്ലേ ഞാൻ എന്റെ ഏട്ടനോട് പറയൂട്ടെ പ്രിയേഷ്. ഏട്ടനറിയാൻ നിനക്ക് അറിയാലോ എന്താ ഉണ്ടാവുക. 4 പവനല്ലേ ഉള്ളൂ, 400 എടുത്തു തരാം. എപ്പോ എടുത്തു തരാന്ന് പറഞ്ഞില്ലേ? ഇതൊരു സമാധാനം തന്നൂടെ നിനക്ക്? എടാ നീ ഇത് പെട്ടെന്ന് എടുത്തു തരാന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുപോയി വെച്ചത്? ഇതിപ്പോ എത്ര ദിവസമായി? നീയൊന്നും മിണ്ടാണ്ടിരിക്കാൻ കഴിക്കട്ടെ. ആ കഴിക്ക്. എനിക്ക് മതി. എടാ ഇത് നിനക്ക് ഇഷ്ടമുള്ള മാതിരി വറുത്ത മീനാടാ. കഴിക്കും മോനെ. എന്തായി എടുത്താ? എടുക്കണില്ല. റിങ് ചെയ്യുന്നില്ലേ? റിങ് ഉണ്ട് പക്ഷെ എടുക്കണില്ല. നമുക്ക് മേഫിലിന്റെ വീട് വരുന്ന പോയാലോ? ഏയ് അത് ശരിയാവില്ല. അവന്റെ വാപ്പനെ പഠിച്ചിട്ടാ? അതൊന്നുമല്ല. എടാ ആർട്ടിസ്റ്റിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന ഡയറക്ടറുടെ വില പോകും. മനുട്ടാ, നിനക്ക് എന്നോടുള്ള പിണക്കമൊക്കെ തീർന്നില്ലേ? നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ഞങ്ങൾ മോനൂട്ടാന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ വീട്ടിൽ ചെന്നിരുന്നു. അമ്മ പറഞ്ഞില്ലേ, ഇതെന്താ നിനക്ക് രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഇല്ലാത്തത്? ഹൗ ഡേഞ്ചർ ഇറ്റ് ഈസ്. ഇന്ന് തന്നെ നമുക്ക് 2 എണ്ണം വാങ്ങണം. ബ്ലാക്ക് ക്യാറ്റ്സ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമല്ലേ, അതിനുവേണ്ടി എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. നായികയൊക്കെ നിന്റെ ഇഷ്ടത്തിന് തന്നെ വെച്ചു. ഇനി നായിക ഇല്ലേലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ പമ്പാവാസിൽ നിന്ന് കൈയെടുത്തേ. നിങ്ങളതിനെ വന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തീരെ വയ്യടാ. പക്ഷെ അത് നടക്കില്ല. നീ ഒന്നോടെ ഒന്ന് ആലോചിക്ക. വേണമെങ്കിൽ ഞാൻ 2 or 3 കൂട്ടിത്തരാം. പൂമ്പാറ്റ, പുഷ്പം, പറന്നകലുന്ന കിളികൾ, നീലാകാശം, പാമ്പ്, കൊക്ക് എന്ന് വേണ്ട പുല്ലുകളെ തഴുകി തലോടുന്ന കാറ്റ് വരെ എടുത്തില്ലേ? ഈ കിഴക്കുന്ന് വെള്ളം കയറുന്നു, സൂര്യോദയം, അതും അസ്തമയവും വരെ എടുത്തല്ലോ. ഇനി അവനും അവളില്ലാണ്ട് ഒരടി മുന്നോട്ട് പോവില്ല. ഹലോ